അവർ പുതിയതായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ഇപ്പം നിലവിലുള്ള കാര്യമല്ല. ഒക്ടോബറിന് ശേഷം, പക്ഷേ അത് നിലവിൽ ആരും അംഗീകരിച്ചിട്ടില്ല. ഇതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമേഴ്സിൻ്റെ ഒരു വിധത്തിലും അവരുടെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ബാധിക്കുന്നതല്ല. ഡിയർ ഫ്രണ്ട്സ്, TRS സോളാർ പവർ കൊച്ചിയിൽ നിന്നും സ്റ്റീഫനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് പുരപ്പുറ സോളാറിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ മീഡിയ വഴി വരുന്നുണ്ട്. ഇതിൽ സത്യവുമുണ്ട് അസത്യവുമുണ്ട്. ഇന്ന് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ തയ്യാറായി നിൽക്കുന്നവരിൽ പലരും മടിച്ചു നിൽക്കുകയാണ്. കാരണം ഈ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഗുണമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമോ എന്നുള്ളൊരു പേടിയാണ് പലർക്കുമുള്ളത്. ഇതിൽ നിങ്ങൾ മീഡിയ വഴി കാണുന്നത് പോലെ ഭയപ്പെടേണ്ടതായ കാര്യങ്ങളൊന്നും തന്നെയില്ല. കാരണം KCB കുറച്ച് വർഷങ്ങളായി, അതായത് ഇത് ഒരുപാട് വർഷങ്ങളായി, ഒരു 2 വർഷക്കാലത്തിന് മേലെയായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിലവിൽ ഇപ്പോൾ നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിലൂടെ ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന സോളാർ സംവിധാനം അത് ഗ്രോസ് മീറ്ററിംഗിലേക്ക് മാറ്റുവാൻ അവർ ഏകദേശം 2 വർഷക്കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് വരേക്കും അത് ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിന് ഇതുവരേക്കും ആ ഒരു രീതിയിലേക്ക് ബാധകമായിട്ടില്ല. ആയതിനാൽ നിങ്ങൾ സോളാർ പ്ലാന്റ് പുതിയതായി സ്ഥാപിക്കുന്നതിന് മടിച്ചു നിൽക്കേണ്ട ആവശ്യം ഇപ്പോൾ വരേക്കുമില്ല. കാരണം അവർ പറയുന്നതും ആവശ്യപ്പെടുന്നതും ഒക്ടോബർ വരേക്കും, നമുക്ക് ഒക്ടോബറിന് ശേഷം പുതിയതായിട്ട് സ്ഥാപിക്കുന്ന സോളാർ പ്ലാന്റുകൾക്ക് അവർ ബാധകമാക്കാൻ, ഈ ഗ്രോസ് മീറ്ററിംഗ് സംവിധാനം ബാധകമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ നിങ്ങൾ എത്രയും വേഗം സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ അനുഭവങ്ങളിൽ നിന്നും എൻ്റെ പരിചയസമ്പത്തിൽ നിന്നും നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ സോളാർ പ്ലാന്റ് നമ്മൾ ഈ സമയത്തിൽ സ്ഥാപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്ര ഗവൺമെൻറ് ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്ന, ഒരു 2 കിലോവാട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്ന ഉപഭോക്താവിന് 60,000 രൂപയും, അതായത് 1 കിലോവാട്ടിന് 30,000 രൂപ നിരക്കിൽ 2 കിലോവാട്ടിന് 60,000 രൂപയും, 3 കിലോവാട്ട് വെക്കുന്ന ഉപഭോക്താവിന് 78,000 രൂപയും കേന്ദ്ര ഗവൺമെൻറ് പുരപ്പുറ സോളാർ പദ്ധതിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി ഇത് എത്ര കാലം ഈ സോളാർ പദ്ധതിയിലൂടെ നമുക്ക് കിട്ടുന്ന 78,000 സബ്സിഡി ഇനി എത്ര കാലം നമുക്ക് ലഭിക്കുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് ലഭിക്കുന്ന ഈ കാലയളവിൽ ഓരോ ഉപഭോക്താവും ആ ഒരു 78,000 രൂപ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ നഷ്ടപ്പെടുത്താതെ അതവർ ചെയ്യുന്നതാണ് നല്ലത്. ഇതിൽ നമുക്ക് 3 കിലോവാട്ട് സോളാർ പ്ലാന്റുകാർക്ക്, ഡൊമസ്റ്റിക് സോളാർ പ്ലാന്റ് കസ്റ്റമേഴ്സിന്, ഉപഭോക്താക്കൾക്ക് ഇനിയും അവരെന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നാലും അതൊന്നും അതിന് ഇപ്പോൾ നിലവിലുള്ള സോളാർ ഉപഭോക്താവായ 3 കിലോവാട്ട് കസ്റ്റമേഴ്സിൻ്റെ ഒരു വിധത്തിലും അവരുടെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ബാധിക്കുന്നതല്ല. 5 കിലോവാട്ട് സോളാർ പ്ലാന്റ് വെക്കുന്നവർക്ക് അവർ പുതിയതായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ഇപ്പോൾ നിലവിലുള്ള കാര്യമല്ല. ഒക്ടോബറിന് ശേഷം, പക്ഷേ അത് നിലവിൽ ആരും അംഗീകരിച്ചിട്ടില്ല. ഇതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 കിലോവാട്ട് സോളാർ പ്ലാന്റ് ഒക്ടോബറിന് ശേഷം സ്ഥാപിക്കുന്നവർക്ക് 30%, 5 കിലോവാട്ട് സോളാർ പ്ലാന്റിൻ്റെ 30% കറണ്ട് ബാറ്ററിയിൽ സ്റ്റോറേജ് ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണമെന്നാണ് KCB ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ആയതിനാൽ നിലവിൽ ഇപ്പോൾ വരേക്കും നമുക്ക് പുതിയതായി സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് ഒക്ടോബറിന് മുമ്പ് വരെ, ഒക്ടോബർ വരേക്കും നമുക്കിപ്പോൾ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മളുടെ ഈ പറയുന്ന KCBയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല. ആയതിനാൽ നമുക്ക് ഒക്ടോബറിന് ശേഷമുള്ള കാര്യങ്ങൾ കാത്തിരിക്കാം, അവരെന്താണ് പറയുന്നതെന്ന് നോക്കാം. പക്ഷേ അത് ഹൈക്കോടതി വരെ ഇടപെട്ടുകൊണ്ട് അതിന് അനുമതി കൊടുത്തിട്ടില്ല. എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താണോ നമുക്ക് ഭാവിയിലെ കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഒരു സോളാർ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ, അത് ചെറുതാണെങ്കിലും നമുക്കിപ്പോൾ ഒരു 1000 രൂപ മുതൽ കറണ്ട് ബില്ല് വരുന്ന ഒരു ഉപഭോക്താവാണെങ്കിലും അവർക്ക് അനുയോജ്യമായ സോളാർ സിസ്റ്റം നമുക്കിന്ന് അവൈലബിൾ ആണ്, ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഫാനുകളും ലൈറ്റുകളും ഉപയോഗിക്കാവുന്ന രീതിയിൽ സോളാറിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഓരോ ഉപഭോക്താവും സോളാർ എന്ന നമുക്ക് കിട്ടുന്ന ആ ഒരു സോളാർ എനർജിയെ പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഞാൻ താഴെ ഇപ്പോൾ കൊടുക്കുന്നത്. ഈ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ 9744012173. നിങ്ങൾക്ക് പ്ലാന്റ് സ്ഥാപിക്കാനാണെങ്കിലും ഇനി സോളാർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്കൊരു സർവീസ് ആവശ്യമുണ്ടെങ്കിലോ ഇനി അതിൻ്റെ ഏത് തരത്തിലും
പാനൽ വാഷിംഗ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, ട്രബിൾ ഷൂട്ടിംഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്നെ കസ്റ്റമർ കെയർ നമ്പറായ 9383410173 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് 24 മണിക്കൂറിനകം ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിന് ഞങ്ങൾ തന്നെ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നവരാകണമെന്ന് നിർബന്ധമില്ല. ആര് വിളിച്ചാലും നിങ്ങളുടെ സോളാർ പ്ലാന്റ് നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ, അതിനൊരു സർവീസ് ആവശ്യമുണ്ടെങ്കിൽ, ഇനി അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ വിളിക്കാം. ഞങ്ങളതിന് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, ഞങ്ങളുടെ കമ്പനി സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ നിർത്തുന്നു. ഇനി എന്തെങ്കിലും അടുത്ത വിവരങ്ങൾ, മീൻസ് നമുക്ക് അടുത്ത ഇനി എന്താണ് മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും എൻ്റെ നമ്പറായ ഈ 2 നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നമസ്കാരം. ഇപ്പോൾ നിർത്തുന്നു. വീണ്ടും ബന്ധപ്പെടാം. വീണ്ടും കാണാം. താങ്ക് യു.